Hi students, അപ്പോൾ നമ്മൾ ഈ സെഷനിലും ഇംഗ്ലണ്ടിന്റെ വെഞ്ചുറിമീറ്റർ അടുത്തൊരു കാറ്റഗറി ഓഫ് പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെർട്ടിക്കലി പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു വെഞ്ചുറിമീറ്റർ പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് പ്രോബ്ലം നമുക്ക് നോക്കാം. വെഞ്ചുറിമീറ്ററിന്റെ ഫൈൻഡ് ദി ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് 30 centimeter diameter placed in an inclined position where a venturimeter is inserted having a throat diameter of 15 centimeter. The difference of pressure between the main and throat is measured by using a liquid of specific gravity 0.6 in an inverted U-tube, which gives a reading of 30 centimeter. The loss of head between the main and throat is 0.2 times the kinetic head of the pipe. അപ്പോൾ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഡയമീറ്റർ, അതായത് നമ്മളൊരു പൈപ്പാണ് പ്ലേസ് ചെയ്തിരിക്കുന്ന കാര്യം പറഞ്ഞു. പൈപ്പിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെയുള്ള ത്രോട്ട് ഡയമീറ്റർ, അതായത് ഈ പോർഷൻ ഇതാണല്ലോ വെഞ്ചുറിമീറ്റർ ത്രോട്ട്. അപ്പൊ ഇതാണ് നമ്മൾ കണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത്. ആ പൈപ്പിന്റെ ഡയമീറ്റർ എത്രയാന്ന് പറഞ്ഞിരിക്കുന്നു 30 സെന്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ത്രോട്ടിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, 15 സെന്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഡയമീറ്റർ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനോ. സോ എനിക്ക് ഡയമീറ്റർ അറിയാം, ഞാൻ രണ്ടിന്റെയും ഏരിയ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അവിടെ ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, the difference of pressure between the main and the throat is measured by a liquid of specific gravity 0.6 in an inverted U-tube which gives a reading of 30 centimeter. അപ്പോൾ ഇൻവേർട്ടഡ് U-tube മാനോമീറ്റർ തരുന്ന റീഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്, അതായത് എക്സ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെ എച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, P1 by rho g plus Z1 minus P2 by rho g plus Z2. അതല്ലേ H എന്ന് പറയുന്നത്, ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് H എന്ന് പറയുന്നത് എങ്ങനെയാണ്, P1 by rho g plus Z1 minus P2 by rho g plus Z2. അതാണ് ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. സോ ആ പ്രഷർ ഹെഡ് H is equal to നമുക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ അറിയാലോ, എന്താ, എക്സ് ഇൻറ്റു ഇവിടെ എന്ത് ലിക്വിഡ് ആണ് മാനോമീറ്ററിലുള്ളത്, 0.6 ആണ് അവിടെയുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നത് എന്ന് പറയുന്നത് എത്രയാ, 1 ആണ്. അപ്പോ എക്സ്പ്രഷൻ എന്തായിരിക്കും, ലൈറ്റർ ലിക്വിഡ് ആണ് മാനോമീറ്ററിലുള്ളത്, ഹെവിയർ ലിക്വിഡ് ആയിരിക്കും. അപ്പൊ ഏത് വഴി പാസ് ചെയ്ത് പോവുക, പൈപ്പിലൂടെ പാസ് ചെയ്ത് പോകുന്നു, അല്ലെ. ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്, വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അതേസമയം നമ്മുടെ മാനോമീറ്ററിലുള്ള ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.6 ആണ്. അപ്പൊ എക്സ്പ്രഷൻ എന്തായിരിക്കും, H is equal to x into 1 minus SL by SO എന്നുള്ളതായിരിക്കും എക്സ്പ്രഷൻ, അല്ലെ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ലിക്വിഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവിയർ ലിക്വിഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30 into 1 minus 0.6 divided by 1, ആൻസർ എത്ര കിട്ടി, 12 സെന്റിമീറ്റർ എന്ന് എനിക്ക് അവിടെ എന്ത് കിട്ടുന്നു, ആൻസർ കിട്ടുന്നു. അപ്പൊ ഈ പോയിന്റ് ഓർമ്മിക്കുക, പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നത് വാട്ടർ ആണ്, വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. അതേസമയം മാനോമീറ്ററിലുള്ള ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 0.6 ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മാനോമീറ്റർ റീഡിംഗ് എക്സ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ് എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് ഇൻ പ്രഷർ ആയിട്ട് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ നമുക്ക് അറിയാലോ. അതായത് ഈ H എന്ന് പറയുന്നത് x into 1 minus SL by SO ആണ്, which is equal to P1 by rho g plus Z1 minus P2 by rho g plus Z2. നമ്മൾ ആ കേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ബെർണോളിസ് ഇക്വേഷൻ, അതായത് സെക്ഷൻ 1ലും സെക്ഷൻ 2ലും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നു, ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. സോ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലോസ് എന്ന് പറയുന്ന സാധനം, അതായത് ഇവിടെ ഹെഡ് ലോസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രോബ്ലം പറഞ്ഞു ചില ക്വസ്റ്റ്യനിൽ ഹെഡ് ലോസ് തന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഹെഡ് ലോസ് തന്നിട്ടുണ്ട്, എന്താ, the loss of head between the main and the throat is, the main and the throat is 0.2 times the kinetic head of the pipe. 0.2 times the kinetic head of the pipe. അതായത് kinetic head of pipe എന്ന് പറഞ്ഞാൽ, അതായത് പൈപ്പിന്റെ എന്ന് പറയുമ്പോൾ എന്താ, V1 square divided by 2g ആണ് പൈപ്പിന്റെ, അല്ലെ. ഇവിടെ ത്രോട്ട് ആയിരുന്നു എന്ത് വരുമായിരുന്നു, V2 square divided by 2g വരുമായിരുന്നു. ഇത് പൈപ്പിന്റെ എന്ന് പറഞ്ഞതുകൊണ്ട് എത്രയാണ്, V1 square divided by 2g ആണ്. സോ വിച്ച് ഈസ് V1 square by 2g ആണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 0.2 ടൈംസ്, അല്ലെ, 0.2 ടൈംസ് ദ കൈനറ്റിക് ഹെഡ്. അപ്പൊ എന്താ, 0.2 into V1 square by 2g ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെ. ത്രോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V2 square, ഇവിടെ V1 square, കാരണം പൈപ്പിന്റെ എന്നുള്ളതാണ് അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ P1 by rho g അതുപോലെ പ്ലസ് Z1, P2 by rho g plus Z2 അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ P1 by rho g plus Z1 minus P2 by rho g plus Z2 എന്ന് എഴുതാമല്ലോ. അതല്ലേ നമുക്ക് അവിടെയുള്ള ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ, 12 സെന്റിമീറ്റർ ഓഫ് വാട്ടർ എന്നുള്ള കാര്യം കിട്ടി. സോ എനിക്ക് H ന്റെ ഈ വാല്യൂ എനിക്കറിയാം. ഇനി ഹെഡ് ലോസിന്റെ വാല്യൂ എനിക്കറിയാമല്ലോ, എത്രയാ, 0.2 into V1 square divided by 2g.
അപ്പൊ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഈ ഫോമിലോട്ട് ആക്കുമ്പോൾ എനിക്ക് അവിടെ 12 എന്ന് കൊടുക്കാം. പ്ലസ് അവിടെ എന്താ ഉള്ളത്, v1² 2g ഉണ്ട്. ഇനി ഇപ്പുറത്തുള്ള v2²2g നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ -v2²2g ഈസ് ഈക്വൽ ടു അവിടെയുള്ള ഹെഡ് ലോസ് hL. hLന്റെ വാല്യൂ എത്രയാണെന്ന് അറിയാലോ, 0.2 × v1² ഡിവൈഡ് ബൈ 2g ആണെന്നുള്ള കാര്യം അറിയാം. ഇനി അതിൽ നിന്ന് എനിക്ക് എന്തിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, v1 ന്റെ v2 ന്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഓർമ്മിക്കുക, ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നല്ലോ, v1 ന്റെയും v2 ന്റെയും ടേംസിൽ അത് വന്നു. അപ്പൊ നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് a1 v1 = a2 v2. a1 ഉം a2 എനിക്ക് അറിയാലോ. അപ്പൊ v1 v2 തമ്മിൽ ഒരു റിലേഷൻ കിട്ടും. ഇവിടെ കിട്ടുന്ന റിലേഷൻ എന്താ, v1 = v2/4 എന്ന് പറയുന്ന റിലേഷൻ എനിക്ക് അവിടെ എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. ആ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ വാല്യൂവിനെ നേരെ എങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എനിക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാം, ഏതാ, v2 = എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. v1 ന്റെ പ്ലേസിൽ v2/4 കൊടുത്താൽ എനിക്ക് ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, v2 എത്രയാണെന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യാം. v2 = 157.4 cm/s എന്ന് എനിക്ക് ആൻസർ കിട്ടും, v2 ന്റെ വാല്യൂ. അപ്പൊ അവിടെ v2 ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, a2 v2 ഡിസ്ചാർജ് കിട്ടി. ഇത്രയുള്ള സംഭവം. ഓക്കെ, അപ്പൊ ഇംഗ്ലണ്ട് വെഞ്ചുറിമീറ്ററിൽ തന്നെ 2 കാറ്റഗറി പ്രോബ്ലം ചോദിക്കും. ഒന്ന് ഇതുപോലെയുള്ള ഒരു പ്രോബ്ലം ചോദിക്കാം, പ്രോപ്പർലി ഇംഗ്ലണ്ട് ആയിരിക്കും. ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കലി പ്ലേസ്ഡ് ആയിട്ടുള്ള കാര്യം ചോദിക്കും. അപ്പൊ ഈ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെയും എക്സാംസിനും കണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ 2ന്റെ ഓരോ സാമ്പിൾ, ഇനി ഇംഗ്ലണ്ട് തന്നെ അടുത്തൊരു സാമ്പിളും കൂടെ, ഇംഗ്ലണ്ട് വെഞ്ചുറിമീറ്ററിൽ തന്നെ അടുത്തൊരു സാമ്പിൾ ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചെയ്തു തരാം. സോ ഇത് ഒന്ന് 2 പ്രാവശ്യം ചെയ്ത് നോക്കുക, വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ വായിക്കുക, ഫിഗർ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന എക്സിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചെടുത്തോളാം. ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് ആണോ പറഞ്ഞിരിക്കുന്നത്, മാനോമീറ്റർ റീഡിംഗ് ആണോ പറഞ്ഞിരിക്കുന്നത്. മാനോമീറ്റർ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ, എക്സ് ആയിരിക്കും. എച്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, p1/ρg + z1 - p2/ρg + z2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇപ്പൊ ഈ ഹൊറിസോണ്ടൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു വെഞ്ചുറിമീറ്ററിന്റെ കേസ് ആണെങ്കിൽ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വെഞ്ചുറിമീറ്ററിന്റെ കേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഹെഡ് h എന്ന് പറയുന്നത് എന്തായിരിക്കും, p1/ρg - p2/ρg എന്നായിരിക്കും. ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ h = p1/ρg - p2/ρg എന്നായിരിക്കും പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലണ്ടോ വെർട്ടിക്കൽ ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ h = എന്തായിരിക്കും, p1/ρg + z1 - p2/ρg + z2 എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു p1/ρg - p2/ρg എന്ന് വരാൻ കാരണം എന്താണ്, z1 ഉം z2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരേ പോയിന്റ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ കാറ്റഗറി ഓഫ് പ്രോബ്ലം വളരെ ചോയ്സ് തന്നെ കണ്ടിട്ടില്ല. ഈ ഇംഗ്ലണ്ട് പൊസിഷനും അതുപോലെ വെർട്ടിക്കലി പ്ലേസ്ഡും ആണ് പ്രധാനമായിട്ടും. വെർട്ടിക്കലി പ്ലേസ്ഡ് വെഞ്ചുറിമീറ്ററും ഇംഗ്ലണ്ട് ആയിട്ട് പ്ലേസ് ചെയ്ത വെഞ്ചുറിമീറ്ററും ഇതാണ് ചോദിക്കുന്നത്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് തന്നെ നമുക്ക് അവിടെ ഈസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക 2 പോയിന്റ്സിലും. അപ്പൊ നമുക്ക് v1 v2 നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ v1 v2 അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആ റിലേഷൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന കാര്യം ഓർമ്മിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് വെഞ്ചുറിമീറ്ററിന്റെ ഇംഗ്ലണ്ട് ആയിട്ടുള്ള വെഞ്ചുറിമീറ്ററിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്.